ഈ ഗവൺമെന്റിനെ കുറിച്ച് എന്റെ നിലപാട് പറഞ്ഞാൽ ഈ ഗവൺമെന്റിൽ ഏറ്റവും മോശപ്പെട്ട 3 വകുപ്പുകളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം. ഇന്നലെ കൂടി നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ട്. കേരളത്തിലെ പോലീസിന് എന്ത് സംഭവിച്ചു? കേരളത്തിലെ പോലീസിന് വീര്യം കെടുത്തുന്ന നമ്മൾ പറയണ്ട. മാവോയിസ്റ്റുകളെ കൊല്ലുന്നത് മുതൽ ഇതുവരെയുള്ള ദളിതരെ ആട്ടിപ്പായിക്കുന്നതുവരെയുള്ള ഈ പോലീസ് എവിടെയാണ്? MR അജിത് കുമാർ എന്ന് പറയുന്ന BJPയുടെ ഏജന്റിനെ DGP ആക്കാൻ പോവാണ് ലോ ആൻഡ് ഓർഡറിന്റെ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പൂരം കലക്കിന്ന് CPI പറഞ്ഞ ആളാണിപ്പോ DGP ആവുമാണ് ലോ ആൻഡ് ഓർഡറിന്റെ. പിന്നെ രണ്ടാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പ്. എവിടെയാണ് ഒരു ആരോഗ്യ വകുപ്പുള്ളത്? ഞാൻ ഈ വീണ ജോർജ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, വേണുവിന്റെ സുഹൃത്തായിരിക്കും, അവരോട് കഴിഞ്ഞ 4 വർഷമായി അവർ എത്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പത്രങ്ങളുടെ ഇതൊന്നും എടുത്തു നോക്കിയാൽ മതി, മാധ്യമങ്ങളുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മറ്റേ ഇത് കത്രിക അകത്തിട്ട് ശസ്ത്രക്രിയ ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീ പിടിച്ചു, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന തരത്തിൽ ഇന്ന പ്രശ്നം നടന്നു, ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പൊ എവിടെയുള്ള ആരുടെയെങ്കിലും ഉണ്ടോ? ഈ റിപ്പോർട്ട് ഇവർ കണ്ടോ? എന്തെങ്കിലും ഒരു നടപടി ആരോഗ്യരംഗം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും ശോഭിക്കപ്പെട്ട അതിന് കാരണക്കാരായ ആശാക്കാരുടെ സമരത്തിലാണ്, അത് വേറെ വിഷയം. എന്നിട്ടും ഏറ്റവും നന്നായി പണിയെടുത്ത ആശാക്കാരെ കൊണ്ടാണ് കേരളം കോവിഡിനെ നേരിട്ടത്. ആ ആശാക്കാർ ഇപ്പൊ തെരുവിലാണ്. എന്നിട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അതുപോലെ ഇപ്പോഴത്തെ വനം മന്ത്രിക്ക് വനത്തിനകത്ത് ചിലപ്പോൾ സംരക്ഷിതായിരിക്കും. കാരണം മൃഗങ്ങളെ എങ്ങനെയോട് വലിയ വിവരം ഉണ്ടാക്കും. കേരളത്തിലെ വനം മന്ത്രി ഇന്ന് എന്താണ് വനമന്ത്രി നേരിടുന്ന പ്രശ്നം? അതുപോലെ കേരളത്തിലെ മറ്റേ ആഭ്യന്തരമന്ത്രി, ഞാനതാ പറഞ്ഞ ആഭ്യന്തരം. ഈ 3 വകുപ്പുകൾ ഈ ഗവൺമെന്റിന് ഏറ്റവും മോശപ്പെട്ട വകുപ്പുകളാണ്. ഇതിന് വളരെ മോശപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല, വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു. പ്രശ്നം പക്ഷെ ശ്രീ CR ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് NH ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം NHAIയുമായി ആശയവിനിമയം നടത്തുമെന്നാണ്. അവരിതിനോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ ഒന്നും ഈ നിർമ്മാണത്തിന് അപാകത എന്ന നിലയിൽ ചൂണ്ടിക്കാട്ടാനില്ല എന്ന്. അപ്പൊ പിന്നെ എന്ത് ആശയവിനിമയം, എന്ത് ചർച്ച, എന്ത് റിപ്പോർട്ട്? നിർമ്മാണത്തിലല്ല തകരാറ്, ആ സ്ഥലം, ആ രീതിയാണ് തകരാറ്. ഇതിപ്പോ പാലാരിവട്ടം പാലത്തിൽ ചിലപ്പോൾ സിമെന്റ് കുറഞ്ഞു, കമ്പി കുറഞ്ഞു നമുക്ക് തർക്കിക്കാം. ഇവിടെ സിമെന്റ് കുറഞ്ഞതും കമ്പി കുറഞ്ഞതും പ്രശ്നം. ഇങ്ങനെ ഒരു പാത കേരളത്തിൽ നിലനിൽക്കില്ല. ഈ ഗവൺമെന്റ് തന്നെ 2018 പ്രളയത്തിന് ശേഷം എഴുതി വെച്ച റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്താണ്. PDN ഒന്നെടുത്ത് നോക്കണം മിസ്റ്റർ മുഖ്യമന്ത്രി, ഒന്നെടുത്ത് നോക്കണം. നിങ്ങൾ ഫോർവേഡ് ചെയ്ത റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടുള്ള നീരൊഴുക്കിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്ന്, ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേരളയിൽ ഇതിന്റെ 10 ഇരട്ടി വരും. അതിനുള്ള ഈ കേരളത്തിൽ ഒന്ന് സഞ്ചരിച്ചു നോക്ക്, ദേശീയപാതയില് വൻമതിലുകളാണ് കേരളത്തിൽ പണിതിട്ടുള്ളത്. വെള്ളം, അതുപോലെ കുന്ന് മുഴുവൻ ഇടിച്ചു കഴിഞ്ഞു. കുന്നിടിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുകയ്യ, കാരണം കുന്ന് ശേഖരിക്കുന്ന വെള്ളം കൂടി ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞു വന്നത്, ദേശീയപാത ഇനി ഇതിന്റെ അലൈൻമെന്റ് മാറ്റാൻ പറ്റും. ഇതിന്റെ അലൈൻമെന്റ് മാറ്റി ദേശീയപാത പണിയാൻ പറ്റും. എന്താ ചർച്ച ചെയ്യണേ? വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിലൊക്കെ അതാ പറഞ്ഞ പില്ലറിന്റെ ചെയ്താൽ മതി. പില്ലറിന്റെ ചെയ്താൽ ഇപ്പോഴും നടക്കും. ഞാൻ പറയുന്നു.